നമ്മുടെ നാട്ടിലെ 2K കിഡ്സിന് ഇപ്പോൾ ഭയങ്കര പേരുദോഷമാണ്. വേറൊന്നും കൊണ്ടല്ല, അവർ ഭയങ്കര ആക്രമണകാരികളാണ്, അവർ നെറ്റിന് അഡിക്റ്റാണ്, അവർ സൈക്കോപാത്തുകളാണ്, അവരങ്ങനെയാണ് ഇങ്ങനെയാണ്. ശരിയാണ്, അതിനുള്ള കുറേ കാര്യങ്ങൾ, അവർ സൈക്കോപാത്ത് ശരിയാണെന്നല്ല ഉദ്ദേശിച്ചത്, പക്ഷേ അവരുടെ മാനസിക നില ശരിയല്ല, അവർ വളർത്തിയ രീതി ശരിയല്ല എന്നൊക്കെയാണ് മുതിർന്ന മേലാളന്മാർ ആരോപിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എന്നാൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം നടന്നൊരു സംഭവം, അതായത് ഒരു വളരെ ക്രിട്ടിക്കലായിട്ട് രോഗിയെ കൊണ്ടുപോകുന്ന, കൈപ്പത്തി അറ്റുപോയ രോഗിയെ കൊണ്ടുപോയ ആംബുലൻസിന് മുമ്പിൽ ഒരു ലേഡി കാണിച്ച പ്രകടനം, ബൈക്കിൽ ഇരുന്നിട്ട് ചുരിദാറൊക്കെ ഇട്ട് ആ ആംബുലൻസിന് വഴി കൊടുക്കാതെ വളരെ ക്രിട്ടിക്കലായിട്ടുള്ള രോഗിയും കൊണ്ട്, കൈപ്പത്തി അറ്റുപോയ രോഗിയും കൊണ്ട് പോയ ആംബുലൻസിന് മുമ്പിൽ കിടന്ന് നൃത്തം കാണിച്ച അല്ലെങ്കിൽ പ്രകടനം കാണിച്ച ഒരു ബൈക്കുകാരിയുടെ കാര്യമാണ് എനിക്കിന്ന് പറയാനുള്ളത്. പറഞ്ഞു കാരണം അവർ പോയ പോക്ക് ചുരിദാറൊക്കെ ഇട്ടിട്ടുണ്ട്, കണ്ടിട്ട് എനിക്ക് ഒരു 2K കിട്ടാണെന്നൊന്നും തോന്നിയില്ല, ഇച്ചിരി പ്രായമുള്ള ഏതോ മൂത്തുമ്മയാണെന്ന് തോന്നുന്നു. സൈക്കോപാത്താണെന്നാണ് എനിക്ക് തോന്നിയത് ആസ് എ പേഴ്സൺ എന്ന നിലയിൽ. കാരണം ഇത്രയും ഹോണും ഇത്രയും അത്യാവശ്യം വലിയ രീതിയിലുള്ള സൈറനും മുഴക്കിയിട്ടാണ് ആംബുലൻസ് പോകുന്നത്. അത്രയും സ്പീഡിൽ ആ കലൂർ, അത് നമ്മുടെ കൊച്ചിയിലെ കലൂർ സിഗ്നൽ വരെ അവർ അങ്ങനെ പോയെന്നാണ് അവർ ആദ്യം പറഞ്ഞത്. അവർ വീഡിയോ എടുക്കാനുള്ള കാരണം പോലും പലവട്ടം ഹോൺ മുഴക്കിയിട്ടും ആദ്യമൊക്കെ ഇങ്ങനെ അവർ ചിന്തിച്ചു ചിലപ്പോൾ ഈ ട്രാഫിക്കിൻ്റെ ഇടയിൽ അവർക്ക് വഴി തരാൻ പറ്റാത്തതുകൊണ്ടായിരിക്കാം. പക്ഷെ പിന്നെ മനസ്സിലായി പർപ്പസിൽ ഇത് ചെയ്യുന്നതാണ്. കാരണം പലരും കൈ കാണിക്കുന്നുണ്ട്, ഇവരോട് മാറിക്കൊടുക്കും, ബസ്സിലുള്ളവരും കാറിൽ പോകുന്നവരൊക്കെ മാറുശ്രീ എന്ന് പറഞ്ഞിട്ട് ഇവരെവിടെ കേൾക്കാൻ. അവർ വളരെ എൻജോയ് ചെയ്ത് വളരെ സിഗ്സാഗിലൊക്കെ, അവർ ബൈക്കിലാണ്, സ്കൂട്ടറിലും അല്ല ബൈക്കാണ് അവർ ഓടിച്ചിരുന്നത്, ബൈക്കിൽ അങ്ങ് ഓടിച്ചുകൊണ്ട് പോവുകയാണ്. ഇവരുടെ മാനസികാവസ്ഥ എന്താണ്, അതിനെക്കുറിച്ച് എന്താണ് പൗർണമിക്ക് പറയാനുള്ളത്? അപ്പോൾ നമ്മുടെ 2K കിഡ്സിൻ്റെ മാത്രം കുഴപ്പമാണോ ഇത്? അവർ മാത്രമാണോ സൈക്കോപാത്തുകളായിട്ട് പോകുന്നത്? ഈ നോർമലി നടക്കുന്നത് നമ്മൾ കരുതുന്ന സ്ത്രീകളും സൈക്കോപാത്തുകളാണോ? ഒരു ആംബുലൻസിന് മുമ്പിൽ കിടന്ന് ഇങ്ങനെ നടനമാടുന്നവരെ എന്താണ് വിളിക്കേണ്ടത്? എനിക്കറിയില്ല ശരിക്കും അവരുടെ മനസ്സ് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. കാരണം സ്വാഭാവികമായിട്ടും ഇപ്പം നമ്മൾ ഹെൽമെറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ പോലും നോർമലി എല്ലാ വാഹനങ്ങളുടെയും ഹോൺ അടിക്കുമ്പോൾ നമുക്ക് കേൾക്കാൻ പറ്റും, അല്ലെങ്കിൽ ആ ഒരു രീതിയിലാണ് അത് ബിൽഡ് ചെയ്തേക്കുന്നത്. പക്ഷേ ഒരു ആംബുലൻസ് സൈറനും ഇട്ട് വന്നിട്ട് ഒരു ജീവനല്ലേ, ആ ഒരു മാന്യത, ആ ഒരു ബഹുമാനം കൊടുത്തൂടെ? സൈറൻ നോർമലി പോകുമ്പോഴാണെങ്കിൽ കുഴപ്പമില്ല, ആംബുലൻസ് മടങ്ങി ഒതുങ്ങി ആ വഴി പോയിക്കോളും. പക്ഷേ സൈറൻ ഇട്ട് അത്രയും അത്യാസന്ന നിലയിൽ ഒരു രോഗിയെയും കൊണ്ട് പോകുമ്പോൾ ഇങ്ങനെ ഒരു അഭ്യാസ പ്രകടനം, ഈ കഴിഞ്ഞ ഇടയിലാണ് ഇത്തരത്തിൽ ആംബുലൻസിന് വഴി കൊടുക്കുന്നില്ല അല്ലെങ്കിൽ കൊടുത്തില്ല എന്ന് പറഞ്ഞ ഒരാളുടെ വീട്ടിൽ MVD ഉദ്യോഗസ്ഥർ ചെന്ന് ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്ന വരെ സാഹചര്യം ഉണ്ടായത്. ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഉണ്ടാവുമ്പോൾ ഇനിയും ഇത് ആവർത്തിക്കാതിരിക്കാനാണ് ഇങ്ങനെയുള്ള പണിഷ്മെന്റുകൾ കൊടുക്കുന്നത്. പക്ഷേ അതിനെയെല്ലാം വകവെക്കാതെ മറികടന്നുകൊണ്ട് ആംബുലൻസിന് നേരെ ഇനി ശാരിക, എനിക്കിപ്പോൾ പെട്ടെന്ന് തോന്നിയ ഒരു കാര്യം, ഒരു പക്ഷേ ഇവരുടെ 2 ചെവിയിലും ഹെഡ്ഫോൺസ് ഉണ്ടായിരുന്നെങ്കിലോ, അവർ അതിഭയങ്കരമായിട്ടുള്ള സൗണ്ടിൽ മ്യൂസിക് കേട്ടോണ്ടിരിക്കുകയാണ്. പക്ഷെ ശരിക്കും ഇതൊക്കെ പരിശോധിക്കണം, എന്താണ് സംഭവം എന്നുള്ളത്. ഇപ്പം ഞാനൊരിക്കലും അവരെ ന്യായീകരിക്കല്ല. ഒരു പക്ഷേ അങ്ങനെ ആണെങ്കിൽ എങ്കിൽ പോലും ശാരിക ഇപ്പോൾ പറഞ്ഞു ബസ്സിലുള്ളവരും ഫ്രണ്ടിൽ വാഹനങ്ങളിലുള്ളവരെല്ലാം വഴി മാറി കൊടുക്കാൻ പറയുന്നുണ്ട്. പക്ഷേ തീർച്ചയായിട്ടും തെറ്റ് തന്നെയാണ്. അതിനൊന്നും ഒരു എന്താ ശിക്ഷ, തീർച്ചയായിട്ടും ശിക്ഷ വേണം. കാരണം ഇത് നിസ്സാരവൽക്കരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഒരു മനുഷ്യന്റെ ജീവനാണ് ആ വാഹനത്തിൽ ഉണ്ടായിരുന്നത്. ജീവന് തന്നെ ഹാനി സംഭവിക്കുമോ എന്നുള്ളതിനെ പറ്റി നമ്മൾ ചർച്ചയാക്കേണ്ടിയിരിക്കുന്നു. ഒരാളുടെ കൈ പോയി എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തുക, അദ്ദേഹത്തിനുള്ള ഫസ്റ്റ് എയ്ഡ് നൽകുക എന്നുള്ളൊരു ഓപ്ഷൻ അത് മാത്രമേ ആ സമയത്ത് അവിടെ ചെയ്യാനുള്ളൂ. അത് ചെയ്യുന്നവരെ അവരുടെ ജോലി ചെയ്യാൻ കൂടി അനുവദിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ, ആരാണ് നിങ്ങൾക്ക് റോഡിലൂടെ ഇത്തരത്തിൽ മോശമായിട്ട് വാഹനം ഓടിക്കാനുള്ള അധികാരം തന്നത്? ഒരു വാഹനം വരുമ്പോൾ, അല്ലെങ്കിൽ എസ്പെഷ്യലി എന്ത് പ്രശ്നം ആയിക്കോട്ടെ, എത്ര തിരക്കും ആയിക്കോട്ടെ, അങ്ങനെയുള്ള ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിൽ പോലും നമ്മുടെ നിരത്തുകളിൽ കൂടെ പോകാൻ പൂർണ്ണമായിട്ടും റൈറ്റുള്ള ഏക വാഹനമുള്ള അത് ഈ പറയുന്ന ആംബുലൻസ് തന്നെയാണ്. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ഒരു രോഗി കൂടെ ഉണ്ടെങ്കിൽ ഒരു പരിശോധനയ്ക്ക് പോലും വിധേയമാക്കരുത് എന്നുള്ള റൂള് നിലനിൽക്കുമ്പോഴാണ് ആ ആംബുലൻസിൽ ഒരു രോഗിയായിട്ട് പോകുമ്പോൾ അത് കടത്തി വിടാതെ മുന്നിലൂടെ സിക്സാഗിലാണ് പോകുന്നത്. അവർ യാതൊരു വിധത്തിലും കടത്തി വിടില്ല എന്ന് ഉറപ്പിച്ചതുപോലെ എനിക്കൊന്ന് ആ ബസ്സും കാറും എല്ലാം സൈഡ് ആക്കുന്നുണ്ട്, എന്നിട്ട് പോലും വഴി കൊടുക്കാതെ, സൈഡ് കൊടുക്കാതെ അവർ ഓടിച്ചു പോയി. അതായത് അവർ ഈ ലോകത്തൊന്നുമല്ല, ഈ നടക്കുന്ന സംഭവങ്ങൾ അറിയുന്നില്ല. ഈ ഹോണൊന്നും തനിക്ക് വേണ്ടിയല്ല, തന്നോടല്ല ഈ ആളുകൾ ഒന്നും പറയുന്നത്. താൻ ഏതോ വേറെ യുഗത്തിൽ നിന്ന് വന്ന ഒരു ഏലിയൻ എന്നുള്ള രീതിയിലുള്ള ഒരു സമീപനമാണ് അവർ കാണിച്ചത്. ശരിക്കും അതുമായി ബന്ധപ്പെട്ട് അധികാരികൾ എന്ത് നടപടി സ്വീകരിച്ചു എന്നുള്ളത് നമുക്ക് ഉടൻ തന്നെ അറിയാൻ കഴിയും. കാരണം അധികാരികൾ അവരെ വിളിച്ചിട്ടുണ്ട് തിങ്കളാഴ്ച, അതായത് ഇന്നത്തെ ദിവസം 11 മണിക്ക് തൊട്ടടുത്ത ദിവസം തന്നെ സ്റ്റേഷനിൽ ഹാജരാകാൻ പറഞ്ഞിട്ടുണ്ടെന്നാണ് ആംബുലൻസ് ഡ്രൈവർ നേരിട്ട് പരാതി കൊടുക്കുക ചെയ്തത്. ഈ വീഡിയോ എടുത്തിട്ട് അദ്ദേഹം വീഡിയോ എടുക്കില്ലായിരുന്നു, പക്ഷേ മനഃപൂർവ്വമാണ് ചെയ്യുന്നത് മനസ്സിലായപ്പോഴാണ് ബൈസ്റ്റാൻഡർ, അതായത് ഈ രോഗിയുടെ കൂടെ വന്ന് ബൈസ്റ്റാൻഡറാണ് വീഡിയോ എടുത്തത്. കാരണം ഒരു രക്ഷയില്ല മുന്നോട്ട്. കാരണം അടിയന്തരമായ ശസ്ത്രക്രിയ, കൈപ്പത്തി അറ്റുപോയി, ഒരു മെഷീൻ്റെ ഇടപെട്ട് കൈപ്പത്തി അറ്റുപോയി, അടിയന്തരമായ ശസ്ത്രക്രിയ ചെയ്ത് തുന്നിക്കെട്ടേണ്ട ഒരു സംഭവം പാഞ്ഞു പറിച്ച് കൊണ്ടുപോകുമ്പോൾ അത്രയും സൈറനും ഹോണിൽ നിന്ന് കൈയെടുത്തിട്ടില്ലെന്നാണ് ആംബുലൻസ് ഡ്രൈവർ പറഞ്ഞത്. അത്രയും ഹോണിൽ വെച്ചിട്ടാണ് പോകുന്നത്. അത് ഈ വീഡിയോ കാണുന്നവർക്കും അറിയാം, ചുറ്റും നിൽക്കുന്നവർക്ക് അറിയാം. മെട്രോ റെയിലിൽ പോയ ആൾക്കാർ വരെ കേട്ടിട്ടുണ്ട് അതുപോലെ ഹോൺ അടിച്ച് അവർ പോയത്. എന്നിട്ട് ഇവർ ഇപ്പോൾ പൗർണമി പറഞ്ഞൊരു കേസ്, പോസിബിലിറ്റീസ് ആർ ദയർ,
കാരണം അവർ പറയുന്ന പോലെ ഹെഡ്സെറ്റ് ചെവി വെച്ചാലും അവരുടെ ചെവി പൊട്ടി പോകത്തക്ക രീതിയിൽ ഒരു സ്ത്രീ അങ്ങനെ പാട്ട് കേൾക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ പറയുന്ന പോലെ വല്ല സൈക്കോകളാണെങ്കിൽ ഞാനതാ പറയുന്നത്. ഇതിപ്പോ ആദ്യത്തെ സംഭവമല്ല, പക്ഷെ ഒരു സ്ത്രീ കാണിക്കുന്ന ആദ്യത്തെ സംഭവമാണ്. ഇതിന് മുമ്പ് 3-4 കേസ് ഇതുപോലെ ഉണ്ടായിട്ടുണ്ട്. കാറ്, അതുപോലെ 2-വീലറൊക്കെ. കഴിഞ്ഞ ദിവസം ബൈക്കിൽ ഒരുത്തൻ ആംബുലൻസിനെ കാണുമ്പോൾ ഇവർക്ക് ഇത്ര ചൊറിച്ചിലുണ്ടാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. സ്വന്തം വീട്ടിൽ ആംബുലൻസ് വരാൻ വേണ്ടി കേഴുന്നൊരു ദിവസം വരുമ്പോഴേ അത് മനസ്സിലാവുന്നു പറയുന്നതാണ് എനിക്ക് തോന്നുന്നത്. കാരണം എനിക്ക് പേഴ്സണലി അനുഭവം ഉണ്ട്. എനിക്കും എൻ്റെ മോക്കും ഒക്കെ ആക്സിഡന്റ് ഉണ്ടായ സമയത്ത് ആംബുലൻസ് അതുവരെ പേടിച്ചിരുന്നത്, പക്ഷെ ആംബുലൻസ് ഉണ്ടായിരുന്നത് മാത്രമാണ് കൃത്യമായിട്ട് ചേർത്തലയിൽ നിന്ന് മെഡിക്കൽ ട്രസ്റ്റിൽ ഞങ്ങൾ എത്തിക്കാൻ സാധിച്ചത്. കാരണം അന്ന് ചോര വാർന്നുകൊണ്ടിരിക്കുകയാണ് എൻ്റെ അമ്മയുടെ എൻ്റെ മോളുടെ ഒക്കെ വായിന്ന്. അപ്പോൾ എനിക്കാണ് കൂടുതൽ പരിക്ക് ഇല്ലാതിരുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ മോളെൻ്റെ തോളത്ത് കിടക്കണം. അന്ന് ആംബുലൻസ് പോയപ്പോൾ അന്നാണ് ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരിക്കലെങ്കിലും ആംബുലൻസ് കയറിയ ഒരാൾക്ക് അവരോട് നമുക്ക് വല്ലാത്ത ബഹുമാനം തോന്നിപ്പോകും. കാരണം അത്രയും ക്രിട്ടിക്കലിൽ നമ്മളെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങോട്ട്. അപ്പോൾ എല്ലാ വണ്ടികളും വഴിമാറുന്നത് നമ്മൾ കണ്ണടച്ച്, കാരണം ജീവിതത്തിൽ ആദ്യമായിട്ട് നമ്മൾ ആംബുലൻസിൽ പോകുന്നത്, നമ്മൾ കാറിലും മറ്റെല്ലാം സ്പീഡിൽ പോയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ആംബുലൻസിൽ പോകുന്ന അനുഭവം അത് വേറെ തന്നെയാണ് കേട്ടോ. നമ്മളാണ് പ്രത്യേകിച്ചും അതിനകത്ത് ഇരിക്കുന്ന ആള്, നമുക്കാണ് ആക്സിഡന്റ് പറ്റിയിരിക്കുന്നെങ്കിൽ നമ്മുടെ ജീവന് കൈപിടിച്ചോണ്ടാണ് അവർ ഓടുന്നത്. അവർക്ക് വേണ്ടിയിട്ടല്ല അവരുടെ ജോലിയാണെങ്കിൽ പോലും. സോ അതിന് നമ്മളെല്ലാവരും സഹകരിച്ചേ മതിയാവും. ആ ഒരു ബോധം ഇല്ലാതെ നമ്മുടെ കേരളീയർ പോകുന്നു എന്നാൽ 2K കിഡ്സ് മാത്രമല്ല, നമ്മുടെ നോർമലായിട്ടുള്ള യുവാക്കളും യുവതികളും എല്ലാം സൈക്കോപാത്തുകളായി മാറിയിരിക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അവർക്കും ഒരു ബോധവൽക്കരണം ആവശ്യമാണ്. എന്തുകൊണ്ടാണ് ഇതിപ്പോൾ ഒരു അനുഭവമല്ല. ഇപ്പോൾ കഴിഞ്ഞ 2-3 മാസത്തെ കേസിന്റെ ഹിസ്റ്ററി എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പല ഇൻസിഡൻസും നമുക്ക് കേൾക്കാൻ സാധിക്കും. ആംബുലൻസിന് വഴിമാറി കൊടുക്കുന്നില്ല, ആംബുലൻസിന് മുമ്പിൽ കിടന്ന് അഭ്യാസ പ്രകടനം, ആംബുലൻസിന് എത്ര ഹോൺ അടിച്ചിട്ടും സൈഡ് കൊടുക്കുന്നില്ല, അങ്ങനെ കുറേ അധികം പരാതികൾ ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് കേൾക്കുന്നു. പക്ഷേ ഒരിടക്കാലത്ത് എനിക്കും തോന്നിയിട്ടുണ്ട് പൗർണം, ഈ ആംബുലൻസ് വെറുതെ പാഞ്ഞു പറിച്ച് പോകുന്നതാണ്, അതിനകത്ത് ആരുമില്ലെന്ന്. അങ്ങനെ ഒരു പേരുദോഷം ഈ ആംബുലൻസുകാർക്ക് കേട്ടിട്ടുണ്ടോ? ഇത് പറയുമ്പോൾ എന്നെ പൊങ്കാലിടാൻ വരുമായിരിക്കും ആൾക്കാർ. എന്നാലും കുഴപ്പമില്ല. ഞാൻ ചിലപ്പോഴൊക്കെ സ്കൂട്ടറിലോ കാറിലോ ഒക്കെ പോകുമ്പോൾ, ഇപ്പോഴല്ല കുറേ നാളുകൾക്ക് മുൻപ് ആംബുലൻസുകാർ പാഞ്ഞു പറിച്ച് പോകും, സൈറൻ വിട്ടിട്ടുണ്ടാവും, പക്ഷേ ആളകത്തുണ്ടാവില്ല. പിന്നീട് ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ അപ്പം ചിലവർ നമ്മുടെ കൂട്ടത്തിൽ ഇരിക്കുന്നവർ പറയാം അവന്മാർക്ക് ഒരു പണിയില്ല, അവന്മാർ ഇങ്ങനെ സ്പീഡിൽ പോകാൻ വേണ്ടിയിട്ട് രോഗികളൊന്നും ഇല്ലെങ്കിലും ഈ പറയുന്ന വെറുതെ ഇട്ടുകൊണ്ട് പോകുന്നതാണെന്നൊരു ക്രിറ്റിസിസം കേട്ടിരുന്നു. പക്ഷേ പിന്നീട് ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് അങ്ങോട്ട്, അതായത് കോൾ ചെന്ന് ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴിയാണ് അവർ ആംബുലൻസ്, കാരണം അവിടുന്ന് വിളിക്കുന്നത് ചിലപ്പോൾ അത്രയും ക്രിട്ടിക്കൽ ആയിരിക്കാം. അപ്പോൾ അവർ അങ്ങോട്ട് രോഗി എടുക്കാൻ പോകുമ്പോൾ അവരെന്താ രോഗിയില്ലല്ലോ, പകരം അതുകൊണ്ടാണ് അവരങ്ങനെ പോകുന്നത്. പിന്നീട് ഞാൻ പഠിച്ചു, എനിക്ക് മനസ്സിലായി എല്ലാ കാരണം ആംബുലൻസ് ഡ്രൈവർമാർക്ക് വട്ടൊന്നുമില്ലല്ലോ, ഇത്രയും സ്പീഡിൽ പാഞ്ഞു പറിച്ച് പോയി അവരും ആക്സിഡന്റ് ആവത്തില്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ എന്തായാലും അത്രയും ഓവർ സ്പീഡ് പോകാൻ ശ്രമിക്കില്ല. പ്രത്യേകിച്ചും നമ്മുടെ നാട്ടിൽ തിരക്കുകൾ കൂടി വരികയാണ്. നമ്മുടെ റോഡുകൾ ഈ പറയുന്ന പോലെ എന്താ പറയുന്നത്, ഒരു കല്ലെടുത്തെറിഞ്ഞാൽ വീഴുന്നത് ഒരു വാഹനം, ഒരു കാറിന്റെ മുകളിലാണ്. അത്രയധികം കാറുകളും അത്രയധികം 2-വീലറുകളും നിറഞ്ഞൊഴുകുകയാണ് കേരളത്തിൽ ഉടനീളം ഇന്ന്. അതുകൊണ്ട് തന്നെ സ്പീഡിൽ പോവുക എന്നുള്ളതൊരു വിദൂര സ്വപ്നമായി മാറിയിരിക്കുന്നു. ഇനിയിപ്പോൾ വലിയ നമ്മുടെ പാതകളെല്ലാം റെഡിയായാൽ മാത്രമേ ഒരു 100-ലൊക്കെ കൺസിസ്റ്റന്റ് ആയിട്ട് നമുക്ക് ഡ്രൈവ് ചെയ്ത് പോകാം. നാലുവരി പാത സഫലമായാൽ മാത്രമേ ഈ പറയപ്പെടുന്ന അതിവേഗം നടക്കുകയുള്ളൂ. ബാക്കിയെല്ലാം ഇപ്പോൾ ഇന്നത്തെ ആക്സിഡന്റ് മിക്കതും നടക്കുന്നത് ഈ പറയുന്ന MDMA കഞ്ചാവോ ഒക്കെ അടിച്ചു കയറ്റി ബോധമില്ലാതെ ഇടിച്ചു കയറുന്ന, അല്ലാതെ ബോധത്തോടെ ഒരു ഡ്രൈവർക്കും ഇന്ന് ഓവർ സ്പീഡിൽ പോകാൻ സാധിക്കുന്ന ഒരു കണ്ടീഷൻ അല്ല നമ്മുടെ ഇന്ന് കേരളത്തിലുടനീളം. കാരണം കാസർഗോഡ് തൊട്ട് ട്രിവാൻഡ്രം വരെയും ഇന്ന് പണി നടക്കുകയാണ് റോഡിന്. അപ്പോൾ എവിടെയാണ് സ്പീഡിൽ പോകാൻ സാധിക്കുന്നത്? അതൊരു കാര്യമാണ്. സോ അപ്പോൾ ഈ ആംബുലൻസിനോട് കാണിക്കുന്ന എന്താണെന്നുള്ളത് തീർച്ചയായിട്ടും പോലീസ് സമഗ്രമായ ഒരു അന്വേഷണം തന്നെ വേണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായും. അതുപോലെ തന്നെ ശാരിക ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഇപ്പം ആംബുലൻസിനെ മാത്രമേ ഉള്ളൂ ഈ പറയുന്ന മത്സര ഓട്ടത്തിൽ നിന്ന് ഒഴിവാക്കി നിർത്തിയേക്കുന്ന ഏക വാഹനം എന്ന് പറയുന്നത്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാ സമയത്തും അല്ലെങ്കിൽ എപ്പോഴും ഇപ്പോൾ ആംബുലൻസ് വേണ്ട ഒരു കണ്ടീഷനല്ല. നമ്മുടെ വീട്ടിൽ തന്നെ എന്തെങ്കിലും അത്യാസന്നം അല്ലെങ്കിൽ അത്യാഹിതം സംഭവിച്ച് പെട്ടെന്ന് ആരെങ്കിലും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ നമ്മുടെ വീട്ടിൽ ഏത് വാഹനമാണോ അവൈലബിൾ ആയിട്ടുള്ളത് ആ വാഹനത്തിൽ, ഈവൻ കാറാവാം ഓട്ടോറിക്ഷയാവാം എന്തും ആയിക്കോട്ടെ, നമ്മൾ കൊണ്ടുപോകാൻ ശ്രമിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ മൈൻഡിലെന്ന് പറയുന്നത് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തുക എന്നുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ കാറിൻ്റെ അല്ലെങ്കിൽ ഓട്ടോറിക്ഷയുടെ ഹോൺ അടിക്കും. അതായത് ഉദ്ദേശിക്കുന്നത് നമുക്ക് അത്യാവശ്യമാണ്, എമർജൻസി ആണ്, വഴി മാറി തരണം, ഞങ്ങൾ പൊയ്ക്കോട്ടെ എന്നുള്ളതാണ്. പക്ഷെ അവിടെ പോലും എത്രയോ പേര് ഇവരെങ്ങോട്ടാണ് ഈ പാഞ്ഞു പിടിച്ച് പോകുന്നത്. അത് നമ്മുടെ മനുഷ്യൻ്റെ ഒരു നോർമൽ ചിന്താഗതി. അത് ഒരുപക്ഷെ അവർക്കത് അത്യാവശ്യമായിരിക്കാൻ പോകേണ്ടതെന്ന് ചിന്തിക്കുന്നതിന് പകരം എവിടോട്ടാണ് ഇത്രയും പാഞ്ഞു പിടിച്ച് പോകുന്നത് എന്നുള്ളൊരു ചിന്ത. പക്ഷെ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ഏറ്റവും സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് ആംബുലൻസ് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആംബുലൻസ് എന്ന വാഹനത്തിനെ മാത്രമേ ഈ പറയുന്ന കാഷ്വാലിറ്റി ലിസ്റ്റിൽ ഒഴിവാക്കി നിർത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിന് പോലും നിരത്തുകളിൽ കൂടെ സമാധാനമായിട്ട് പോകാൻ പറ്റില്ലെങ്കിൽ പിന്നെ എന്ത് പറയാനാണ്. പക്ഷെ എനിക്ക് പറയാനുള്ളത്, ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈവൻ പ്രൈവറ്റ് വാഹനങ്ങളിലാണെങ്കിൽ പോലും ഹോൺ അടിച്ച് അത്യാവശ്യം കാണിക്കുമ്പോൾ തീർച്ചയായും രണ്ടാമതൊന്ന് ആലോചിച്ച്, അത് എന്തു തന്നെ ആയിക്കോട്ടെ, രണ്ടാമതൊന്ന് ആലോചിച്ച്, മോശം കാര്യങ്ങൾക്കെന്നല്ല പറയുന്നത്, പക്ഷെ എല്ലാ കാര്യങ്ങളും മോശമാവാറുമില്ല. ഇങ്ങനെ ഹോൺ അടിച്ച് പോകുമ്പോൾ അവരുടെ പക്ഷം കൂടെ ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ മാറ്റി കൊടുക്കേണ്ടതാണ്. ഒരുപക്ഷെ നമ്മൾ മാറ്റി കൊടുത്തില്ലെങ്കിൽ ഒരു ജീവൻ നഷ്ടമായേക്കാം. ആ ഒരു ബോധം മനസ്സിൽ വെച്ചുകൊണ്ട് യുക്തിപരമായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം. എക്സ്പെഷ്യലി
ഈ ആംബുലൻസിൽ പോകുമ്പോൾ അതും സൈറൺ ഇട്ട് പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്നതല്ലേ ഉള്ളൂ, അത്യാവശ്യം അല്ലെങ്കിൽ അവർ അങ്ങനെ പോകേണ്ട കാര്യമില്ല എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ തുടരെ ഉണ്ടാകുമ്പോൾ നമ്മൾ ഓരോരുത്തരും, ഇപ്പോൾ കേരളീയരെ നമുക്ക് അടച്ചാക്ഷേപിക്കാൻ പറ്റില്ല. ഒരു 99.9% ആളുകളും ആംബുലൻസ് വരുമ്പോൾ വഴി മാറി കൊടുക്കുന്നവർ തന്നെയാണ്, അതിനകത്തൊന്നും ഒരു സംശയമില്ല. ശരിക്കും അത് കാണുമ്പോൾ നമുക്കൊരു പ്രൗഡ് ഫീൽ ഉണ്ടാവാറില്ല. ഇപ്പം തിരക്കേറിയ ഒരു വാഹനം അല്ലെങ്കിൽ തിരക്കേറിയ ഒരു റോഡിൽ ആംബുലൻസിന്റെ സൈറൺ ഇട്ട് ആംബുലൻസ് വരുമ്പോൾ വാഹനങ്ങളെല്ലാം ഒരേപോലെ മാറി കൊടുക്കാൻ വേണ്ടി കാണിക്കുന്ന ഒരു വ്യഗ്രത കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു പ്രൗഡ് തോന്നിയിട്ടില്ലോ, അയ്യോ എല്ലാവരും മാറി കൊടുക്കുന്നുണ്ടല്ലോ, ഒരു ജീവൻ ഇത്രയും വില കൽപ്പിക്കുന്നുണ്ടല്ലോ. അത് ശരിക്കും നല്ലൊരു കാര്യം തന്നെയാണ്, അത് നല്ലത് തന്നെയാണ്, അങ്ങനെ ആണ് ചെയ്യേണ്ടതും. അതിനെ നല്ലതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അത് അങ്ങനെ ആണ് ചെയ്യേണ്ടത്. പക്ഷേ ഇങ്ങനെ അല്ലാത്ത ചില ആളുകൾ കാരണം ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ട്. ഇപ്പം ഈ പറയുന്ന റോഡുകളിലുള്ളവർ പോലും മാറി കൊടുക്കാൻ പറയുമ്പോൾ എന്ത് മനസ്സാണ് അവരുടെ, ആ വാഹനം ഓടിച്ചു പോയ സ്ത്രീയുടെ മനസ്സ് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. എന്തു തന്നെ ആയാലും അവരെ കണ്ടെത്തി തക്കതായ ശിക്ഷ കൊടുക്കണം. എങ്കിൽ മാത്രമേ നാളെയും ഇങ്ങനെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവരുടെ ആഗ്രഹത്തിന് വേരോടെ പിഴുത് കളയാൻ പറ്റുള്ളൂ.